നമ്മളെ ഫോണിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് അതെന്താണ്? ഫൈൻഡ് മൈ ഡിവൈസ്. നമ്മളോടിപ്പം ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി, അല്ലെങ്കിൽ നമ്മളെ ഫോൺ ആരെങ്കിലും കൈ കിട്ടി തിരിച്ചു തരുന്ന ആളാണ്, പക്ഷെ ആരെയിലാന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മളെ ഫോൺ ആരെങ്കിലും കട്ടുപോയി. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളെ ഫോണ് അല്ലെങ്കിൽ ഫോണിലുള്ള ഡാറ്റ ഒക്കെ സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് ആണ് ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന സംഭവം ഓൺ ആക്കല്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ആ സെറ്റിങ്സിൽ, അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ ഉപകാരം, ഇതൊക്കെയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് ആദ്യം സെറ്റിങ്സ് പോയിട്ട് അതൊന്ന് ഓണാക്കാം. സെറ്റിങ്സിൽ മിക്കവാറും ഫോണിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഭാഗത്താണ് ഉണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഫൈൻഡ് മൈ ഡിവൈസ് എന്ന്. ഞാനിപ്പോൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് എടുക്കുക. ഇവിടെ ഉണ്ട് ഫൈൻഡ് മൈ ഡിവൈസ് ഓൺ ആണ്. ഇതൊന്ന് ഓൺ ആക്കിയിട്ട് കൊടുക്കുക. ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? എന്നോട് ഈ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയി, വീണുപോയി, എങ്ങനെയായാലും ഫോൺ കയ്യിലില്ല, അത് എവിടെയുള്ളതെന്ന് അറിയില്ല. ഇപ്പം വീട്ടിൽ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് സൈലന്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടെത്താനും ഈ ഫൈൻഡ് മൈ ഡിവൈസ് മതി. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതവിടെ വെക്കട്ടെ, എന്നിട്ട് വേറൊരു ഫോണിൽ നിന്ന് ഈ ഫോണിൽ എന്താ സംഭവിക്കാമെന്ന് കാണിച്ചു തരാം. ഈ ഫോണിൽ ഞാൻ ഫൈൻഡ് മൈ ഡിവൈസ് എടുക്കുകയാണ്. ഗൂഗിൾ കൂടെ സെർച്ച് ചെയ്തെടുക്കുക, പക്ഷെ അതിലും ബെറ്റർ എന്താന്ന് വെച്ചാൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്. 1.8 MB ആണെങ്കിലും വളരെ ഫയൽ സൈസ് കുറവാണ്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ വെച്ചോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കണ്ട. ഫൈൻഡ് മൈ ഡിവൈസ് എന്ന പേര്. അത് ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഫോണില്, അതായത് നമ്മളോട് കളഞ്ഞു പോയ അല്ലെങ്കിൽ മറന്നുപോയ കാണാണ്ടായി പോയ ഫോണിലെ ആ ഇമെയിൽ ID നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ സൈനിങ് ഇൻ ആസ് എ ഗസ്റ്റ് എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ നമ്മളെ ഫോണിൽ നിന്ന് അയക്കില്ല, വേറെ ഏതെങ്കിലും ഫോൺ വാങ്ങിയിട്ടായിരിക്കും നമ്മളെ കാണാണ്ടായ ഫോണിനെ പറ്റി തരുന്നത്. അപ്പം നമ്മളെ ഇമെയിൽ ID അതിൽ ഉണ്ടാകില്ലല്ലോ. ആ കളഞ്ഞു പോയ ഫോണിലെ ഇമെയിൽ ID യും അതിന്റെ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതൊന്ന് എൻ്റർ ചെയ്യട്ടെ. ഞാൻ ഇമെയിൽ ID യും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ 1-2 പെർമിഷൻ ചോദിക്കുക, അത് അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഇവിടെ നമുക്ക് ഒന്നിലധികം ഫോണിൽ അതേ ഇമെയിൽ ID ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോണൊക്കെ ഇവിടെ കാണിക്കും. അതിൽ ഏത് ഫോണാണോ കളഞ്ഞു പോയ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നമ്മളെ ആ കളഞ്ഞു പോയ അല്ലെ കാണാണ്ടായി പോയ ഫോണിന്റെ ഡീറ്റെയിൽ ഇവിടെ കാണിക്കും. Huawei P10 എന്ന് പറയുന്ന ഫോണാണ് ഈ വെച്ചത്. ഈ ഇമെയിൽ ID ഞാൻ വേറൊരു ഫോണിലൂടെയും ലോഗിൻ ചെയ്തതാണ്. അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ അത് ഏത് ഫോണിലാണ് അതും ഇവിടെ കാണിക്കും. Galaxy M31 അതും ലോഗിൻ ചെയ്തിരിക്കും. ഇപ്പം Huaweiയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. പ്ലേ സൗണ്ട്. ഈ പ്ലേ സൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ് സൈലന്റിലാണെങ്കിലും അത് റിങ് ചെയ്യും. റിങ് ചെയ്യുന്ന നേരം വീട്ടിലൊക്കെ ഇടം വെച്ച് മറന്നതാണെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് മറന്നതാണെങ്കിൽ നമുക്കത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഒന്ന് സൗണ്ട് പ്ലേ ചെയ്യിക്കാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ? കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് സൗണ്ട് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനിയിപ്പോ നമ്മളോട് എവിടെയെങ്കിലും വെച്ച് മറന്നിട്ട് മറ്റൊരാളെ കൈ കിട്ടി, അവര് നല്ല ആളാന്ന് തിരിച്ചു തരണം, പക്ഷെ എവിടെ ആരതാന്ന് അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് സെക്യൂർ ഡിവൈസ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ ഒരു മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക. അത് രണ്ടും ലോക്ക് സ്ക്രീനിൽ അവർക്ക് കണ്ടിട്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ആ ഡിവൈസിന്റെ ഡാറ്റയൊക്കെ നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തത് ഇറേസ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്നും നമുക്ക് തിരിച്ചെടുക്കാനാകാത്ത രീതിയിൽ മറ്റാരോ കൊണ്ടുപോയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറേസ് ഡിവൈസ് എന്നുള്ള ഇതിൽ കൂടെ നമുക്ക് ആ ഫോണിലുള്ള ഡാറ്റകൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാനാവും, പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനാവും, ഫോർമാറ്റ് ചെയ്യുക തിരിച്ചെടുക്കാനാകാത്ത രീതിയിൽ. അപ്പം മറ്റൊരാൾ ആ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഒരു ഡാറ്റ അതിൽ കാണിക്കില്ല. അത് മാത്രമല്ല, ആ ഫോണിൽ കളഞ്ഞുപോയ ഫോണിൽ എത്ര ശതമാനം ബാറ്ററി ഉണ്ട് എന്ന് വരെ അതിൽ നെറ്റ്വർക്ക് ഓൺ ആണോ ഓഫ് ആണോ എല്ലാം ഇവിടെ കാണിക്കും. അത് കൂടാണ്ട് ഇവിടെ ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണ് ആ ഫോൺ ഉള്ളതെന്ന് കൂടി ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കും. എങ്ങനെയായാലും വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ് ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്നത്. ആ സെറ്റിംഗ്സും ഓൺ ആക്കിയിടുക, ഈ ആപ്ലിക്കേഷനും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഉപകാരപ്പെടും. വീഡിയോ ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം ഉമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.